ഇന്ത്യയെ തൊട്ടുകളിച്ചാൽ കളി മാറുമെന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്നത്. നമ്മുടെ സേനാ മേധാവിമാർ നൽകിയ സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വെറുതെ അല്ല നടിവരയിടുന്നതാണ് ഈ നിർണായക ഭീകരവേട്ട. ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളെ തകർക്കാൻ പാക് ചാര സംഘടനയായിട്ടുള്ള ISIയും ദാവൂദ് ഇബ്രാഹിമിന്റെ അധോലോക ശൃംഖലയും സംയുക്തമായി മെനഞ്ഞ വൻ ഭീകരാക്രമണ പദ്ധതിയാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അത്യുഗ്ര നീക്കത്തിലൂടെ തകർത്തെറിഞ്ഞത്. രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളായിട്ടുള്ള ആണവ കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഊർജ്ജ നിലയങ്ങൾ എന്നിവയടക്കമുള്ള അതീവ സുരക്ഷാ മേഖലകളെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് ആക്രമണത്തിന് കോപ്പുകൂട്ടിയ 9 ഭീകരരെയാണ് അതിസാഹസികമായി സുരക്ഷാ സേന പിടികൂടിയത്. ഡൽഹി, മുംബൈ, പഞ്ചാബ് സ്വദേശികളും ചില വിദേശികളും ഉൾപ്പെടുന്നതാണ് ഈ അപകടകരമായിട്ടുള്ള ഭീകര ശൃംഖല. ഇവരിൽ നിന്നും അത്യാധുനിക ആയുധങ്ങളും വൻതോതിൽ സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളുമാണ് പിടിച്ചെടുത്തത്. വിദേശത്തിരുന്ന ഇവരെ നിയന്ത്രിക്കുന്ന ഹാൻഡലർമാരെയും ഇവരുടെ അന്താരാഷ്ട്ര സാമ്പത്തിക സ്രോതസ്സുകളെയും പൂർണ്ണമായും പിടിതെറിയാനുള്ള ശക്തമായ നീക്കത്തിലാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ. കാശ്മീരിലെ ഭീകരവാദികളുടെ നട്ടല്ലൊടിച്ചുകൊണ്ട് ഇന്ത്യ നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ ശത്രുക്കളെ എത്രത്തോളം ഭയപ്പെടുത്തിയിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ പുതിയ ആക്രമണ നീക്കം. ഈ ഓപ്പറേഷന് തിരിച്ചടി നൽകാൻ ഡൽഹിയുടെ ഹൃദയഭാഗങ്ങളിൽ ചാവേർ ആക്രമണങ്ങൾക്കും IED സ്ഫോടനങ്ങൾക്കും ഭീകരർ തയ്യാറെടുക്കുന്നു എന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് നേരത്തെ തന്നെ നിലനിന്നിരുന്നു. കഴിഞ്ഞ വർഷം ചെങ്കോട്ടയ്ക്ക് സമീപം വൻ സ്ഫോടനം നടത്തിയ അൽ ഖൈദ ബന്ധമുള്ള വൈറ്റ് കോളർ സ്ലീപ്പർ സെല്ലുകളെയും കാശ്മീരി ഡോക്ടർ ഉമർ ഉൾ നബിയെയും വലയിലാക്കിയ സുരക്ഷാ ഏജൻസികളുടെ തുടർച്ചയായ നിരീക്ഷണമാണ് ഇപ്പോൾ ഈ വലിയ വിപത്ത് ഒഴിവാക്കാൻ രാജ്യത്തെ സഹായിച്ചത്. അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയയും വഴി ഇന്ത്യൻ യുവാക്കളെ വഴിതെറ്റിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന കുൽസിത നീക്കങ്ങൾക്ക് തടയിടാൻ തന്ത്രപരമായിട്ടുള്ള മാറ്റങ്ങളാണ് സുരക്ഷാ രംഗത്ത് ഭാരതം വരുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച്ചയുടെ ഉത്തരവനുസരിച്ച് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും താഴെത്തട്ടിലുള്ള ഇന്റലിജൻസ് വിവരശേഖരണത്തിനായി പ്രത്യേക തീവ്രവാദ വിരുദ്ധ യൂണിറ്റുകൾ രൂപീകരിച്ച് സുരക്ഷാ പ്രതിരോധം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഭാരതം. ശത്രു രാജ്യങ്ങളുടെയും അവരുടെ അധോലോക കൂട്ടാളികളുടെയും ഏതൊരു നീക്കത്തെയും മുൻകൂട്ടി കണ്ട് തകർക്കാൻ തക്കവണ്ണം ശക്തമാണ് ഇന്നത്തെ ഭാരതത്തിന്റെ സുരക്ഷാ വ്യൂഹവും രാഷ്ട്രീയ നേതൃത്വവും. സേനാ മേധാവിയുടെ വാക്കുകൾ വെറും മുന്നറിയിപ്പല്ല, മറിച്ച് ശത്രുക്കൾക്കുള്ള ശക്തമായിട്ടുള്ള പ്രഹരത്തിന്റെ തുടക്കമാണെന്ന് ഈ ഭീകരവേട്ട ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഭാരതത്തിന്റെ സുരക്ഷയിലും പരമാധികാരത്തിലും ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് നരേന്ദ്രമോദി സർക്കാരും ഇന്ത്യൻ സൈന്യവും ശത്രുക്കൾക്ക് നൽകുന്നത്.